മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ അവിടെ ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ശ്രീനാഥ്, മുൾമുനയിലായിരുന്നു അവിടെ ഇന്ത്യൻ ആരാധകർ ഗാലറിയിൽ എന്ന കാര്യം വ്യക്തമായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് തത്സമയം. ഇപ്പോൾ ആശ്വാസമുണ്ട്, പ്രതീക്ഷയാണ്. ഇനി ഒരു മത്സരം മാത്രം ബാക്കി ക്രിക്കറ്റ് ലോകകപ്പിൽ മുത്തമിടാൻ. ആരാധകരുടെ പ്രതികരണം എങ്ങനെ? പ്രജിൻ, ആരാധകരെ സംബന്ധിച്ചിടത്തോളം പൈസ വസൂൽ എന്നതാണ് പൊതുവെ ആരാധകരൊക്കെ പറയുന്നത്. ഏതാണ്ട് 500-നടുത്ത് റൺസ് ഇരു ടീമുകളും കൂടി അടിച്ചു കൂട്ടിയ റൺമല കണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ അതിൻ്റെ ആവേശമൊക്കെ അവസാന പന്ത് വരെ അല്ലെങ്കിൽ അവസാന ഓവർ വരെ നീട്ടിക്കൊണ്ടുപോകാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു. അതുകൊണ്ട് ഒരു നല്ലൊരു മത്സരം, ഒരു പോരാട്ടം, ഒപ്പത്തിനൊപ്പം നീങ്ങിയ ഒരു പോരാട്ടം കാണാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സന്തോഷം ആരാധകരിലൊക്കെ തന്നെ പ്രകടമാണ്. ഞാനിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. അതായത് ഈ വാങ്കഡെ സ്റ്റേഡിയത്തിന് തൊട്ടുപുറത്ത് ഉള്ള മറൈൻ ഡ്രൈവിൽ ആരാധകരുടെ ആവേശം തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് ഏറെ പണിപ്പെട്ട് ആളുകളെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പോലും മറൈൻ ഡ്രൈവിൽ ഇപ്പോഴും 100 കണക്കിന് പേർ ആ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ്. കാരണം ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. അഹമ്മദാബാദിലേക്കുള്ള ടിക്കറ്റ്, അതായത് അഹമ്മദാബാദ് മത്സരം കാണാനുള്ള ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്ത ആരാധകർ ഇന്ന് പകലും നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് തന്നെ ടിക്കറ്റ് അവർ മനസ്സിൽ ഉറപ്പിച്ച് കൊണ്ടാണ് ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. അങ്ങനെയുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഫൈനലിലേക്ക് യഥാർത്ഥത്തിൽ മാർച്ച് ചെയ്തെത്തുമ്പോൾ അത് വലിയ സന്തോഷത്തിന് തന്നെ കാരണമാകും. വീണ്ടും ഒരിക്കൽ കൂടി 3ാം കിരീടം ഇന്ത്യ നേടാൻ പോകുന്നു എന്നതാണ് ആ ഒരു ആവേശം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഗാലറിയിൽ ആരാധകർക്കൊപ്പം 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊന്ന് 2007 T20 ലോകകപ്പ് നേടിത്തന്ന മഹേന്ദ്ര സിംഗ് ധോണി, ഒപ്പം 2024 T20 ലോകകപ്പ് നേടിത്തന്ന രോഹിത് ശർമ്മ എന്നീ ക്യാപ്റ്റന്മാർ കൂടി ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.